ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വലിയൊരു അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. പോരാട്ടങ്ങൾ ഏറെ കണ്ടു ഫുട്ബോളിന്റെ മഹാവേദികളിലൊന്നായ യൂറോപ്പിന്റെ മഹാ ഉത്സവം. ഒരുപാട് വമ്പന്മാർ അട്ടിമറികളാൽ പുറത്തേക്ക്, ഒരുപാട് കുഞ്ഞന്മാർ ആകാശത്തെക്കാൾ ഉയരത്തിലേക്ക് യുഎഫ ചാമ്പ്യൻസ് ലീഗ് എന്ന ആ വേദിയിൽ പറന്നു കഴിഞ്ഞു. ഇനി പോരാട്ടം തുടങ്ങുകയായി. ഒന്ന് കാലിടറിയാൽ പുറത്തേക്കാണ്. ഇനി എല്ലാം തീരുമാനമായിട്ടുണ്ട്. ഇനി ക്ലബുകൾക്ക് തീരുമാനിക്കാം അവരുടെ വഴി എന്തെന്ന്. പുൽനാമ്പുകൾക്ക് പോലും തീ പിടിപ്പിക്കുന്ന ആ പോരാട്ടങ്ങളുടെ ഫിക്സ്ചർ ഇന്ന് യുഎഫ പുറത്തുവിടുന്നുണ്ട്. നമുക്ക് ആദ്യം അതിലേക്ക് ഒന്ന് പോയിട്ട് വരാം. PSG വേഴ്സസ് ചെൽസി, അതേപോലെ തന്നെ ലിവർപൂൾ വേഴ്സസ് ഗലറ്റസറായി, മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ്, അറ്റ്ലാന്റ യുണൈറ്റഡ് വേഴ്സസ് ബയൺ മ്യൂണിക്ക്, ബാർസലോണ വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡ്, അതേപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ടോട്ടൻഹാം ഹോട്ട്സ്പർ, ബോഡോ ഗ്ലിറ്റ് വേഴ്സസ് സ്പോർട്ടിംഗ് CP, അതേപോലെ ബയർ ലെവർക്യൂസൺ വേഴ്സസ് ആർസനൽ. ഇതില് ഏറ്റവും വെച്ചാല് മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡ്. നമ്മുടെ തിബോ കോർട്ടോയുടെ പ്രവചനം സത്യമാവുകയാണ്. റയൽ മാഡ്രിഡ് ഗോൾ കീപ്പർ അദ്ദേഹം പറഞ്ഞിരുന്നു, നമുക്ക് നറുക്കെടുപ്പിന്റെ ഒന്നും ആവശ്യമില്ല, മാഞ്ചസ്റ്റർ സിറ്റി തന്നെ ആയിരിക്കും എതിരാളി വരുന്നത്. വല്ല കാന്ത വെച്ചിട്ടുണ്ടാടേ. എല്ലാ വർഷവും മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡ്. എന്തായാലും ഇത്തിഹാദിലേക്ക് റയൽ മാഡ്രിഡിനും അതേപോലെ മാഡ്രിഡിലേക്ക് സാന്റിയാഗോ ബെർണാബുവിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കേണ്ട ആവശ്യം വരത്തില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇനി എല്ലാ വർഷവും ഇങ്ങനെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി, നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി. എന്തായാലും ഇതാണ് ഒരു ഇതെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു വിശദ വിവരങ്ങൾ നമുക്ക് നോക്കി വരാം. അതായത് PSG വേഴ്സസ് ചെൽസി മത്സരത്തിലെ വിജയികൾ ലിവർപൂൾ വേഴ്സസ് ഗാലറ്റസറായ് മത്സരത്തിലെ വിജയികളെ നേരിടും ക്വാർട്ടർ ഫൈനലിൽ. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരത്തിലെ വിജയികൾ അറ്റ്ലാന്റ യുണൈറ്റഡ് വേഴ്സസ് ബയൺ മ്യൂണിക് മത്സരത്തിലെ വിജയികളെ നേരിടും. ബാർസലോണ വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡ് മത്സരത്തിലെ വിജയികൾ നമ്മുടെ അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ടോട്ടൻഹാം ഹോട്ട്സ്പർ മത്സരത്തിലെ വിജയികളെ നേരിടും. അതേപോലെ തന്നെ നമ്മുടെ സ്പോർട്ടിംഗ് CP വേഴ്സസ് ബോഡോ ഗ്ലിറ്റ് മത്സരത്തിലെ വിജയികൾ. ഇത് ക്വാർട്ടർ ഫൈനലിലെ ഒരു സംഭവമാണ് പറയുന്നത്. ക്വാർട്ടർ ഫൈനൽ എങ്ങനെയായിരിക്കും? സ്പോർട്ടിംഗ് CP വേഴ്സസ് ബോഡോ ഗ്ലിറ്റ് മത്സരത്തിലെ വിജയികൾ നമ്മുടെ ബയർ ലെവർക്യൂസൺ വേഴ്സസ് ആർസനൽ മത്സരത്തിലെ വിജയികളെ നേരിടും. ഇനി നമുക്ക് കുറച്ച് കൂടെ വിശദ വിവരങ്ങളിലേക്ക് പോകാം. മാർച്ച് 10-നും 11-നും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മിഡ് വീക്കിലായിരിക്കും മത്സരങ്ങൾ നടക്കുക. പ്രീ ക്വാർട്ടറിന്റെ ഫസ്റ്റ് ലെഗ്. 17-നും 18 മറ്റൊരു മിഡ് വീക്കില് പ്രീ ക്വാർട്ടറിന്റെ സെക്കൻഡ് ലെഗ്. അതിനുശേഷം ഏപ്രിൽ 7-നും 8-നുമായി ക്വാർട്ടർ ഫൈനലിന്റെ ഫസ്റ്റ് ലെഗ്. ഏപ്രിൽ 14-നും 15-നുമായി ക്വാർട്ടർ ഫൈനലിന്റെ സെക്കൻഡ് ലെഗ്. ഏപ്രിൽ 28-നും 29-നുമായി സെമി ഫൈനലിന്റെ ഫസ്റ്റ് ലെഗ്. മെയ് 5-നും 6-നുമായി സെമി ഫൈനലിന്റെ സെക്കൻഡ് ലെഗ്. ഇനി യൂറോപ്പിന്റെ മഹാ ഉത്സവത്തിന്റെ കലാശപ്പോര് ദ ഗ്രേറ്റ് ഫിനാലെ നടക്കുന്നത് മെയ് 30-നാണ്. നമ്മുടെ ഹംഗറിയിലെ ബുഡാപെസ്റ്റിലെ പുസ്കാസ് അറീനയിൽ വെച്ചാണ് ആ കലാശക്കൊട്ട് നടക്കുന്നത്. ഇത്രയാണ് പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.